കുറെ കാര്യങ്ങൾ കൃഷിയെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനെ വായിച്ചൊക്കെ പഠിക്കാം, എഴുതി വെക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ പുതിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന എന്താ പറയാ നമ്മളെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ചോദിക്കട്ടെ ടീച്ചർ, അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുക? നമ്മുടെ വീട്ടിൽ സാധാരണ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുക? പച്ചക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ എന്താ കൃഷി ചെയ്യാം? തെങ്ങ് കൃഷി ചെയ്യും, വാഴ കൃഷി ചെയ്യും, പിന്നെ നെല്ല് കൃഷി ചെയ്യും, വേറെ മരച്ചീനി. ഇപ്പം പൂക്കളെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ ഇത്തരത്തിലുള്ള വസ്തുക്കൾ, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയാ ചെടികള്, പൂക്കള്, പഴങ്ങളൊക്കെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പച്ചക്കറികളും പഴങ്ങളും പിന്നെ ചെടികളൊക്കെ മാത്രമേ കൃഷി ചെയ്യുമോ? വേറെ കൃഷി ചെയ്യൂലേ? ഇല്ലേ? വേറെ കൃഷി ചെയ്യില്ല. നെല്ല് അങ്ങനെ തിന്നുന്ന സാധനങ്ങൾ മാത്രമേ കൃഷി ചെയ്യുക. വേറെ നമ്മുടെ മൃഗങ്ങളെ കൃഷി ചെയ്യൂലേ? മൃഗങ്ങളെ, പശുവിനെ വളർത്തുന്നില്ലേ? അവര് കൃഷിയല്ലേ അല്ലേ? പശുവിനെ വളർത്തുന്നത്. വേറെന്താ? ആട്, കോഴി അല്ലേ? താറാവ് അല്ലേ? താറാവിനെ വളർത്തുന്നത്. അപ്പൊ പക്ഷികളാണ്. പക്ഷികൾ അതിലൊക്കെ അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ മൃഗങ്ങളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നത്. അപ്പൊ പല വെറൈറ്റിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യുക. അത് ശാസ്ത്രീയമായിട്ടുള്ള അതിന്റെ പഠനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഇനിയുള്ള ഭാഗമാണുള്ളത് വിളയിക്ക, വൈവിധ്യങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യം അതിന് കൊടുത്തിരിക്കുന്നത് എന്താണ്? എന്ത് കൃഷി കൊടുക്കുന്നത്? കന്നുകാലി കൃഷിയുണ്ട് അല്ലെ? കന്നുകാലി വളർത്തലാണ് അല്ലെ? കന്നുകാലിയുടെ പരിപാലനമാണ് ആദ്യം ടെക്സ്റ്റ് കൊടുത്തത്. കന്നുകാലി എന്ന് പറയുമ്പോൾ ഏതെല്ലാം വരിക? പറഞ്ഞോട്ടെ, കന്നുകാലി ഏതല്ല? കന്നുകാലി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? എന്താ കന്നുകാലി? പശു, പോത്ത്, എരുമ, ആട്, ഇവയൊക്കെയാണ് കന്നുകാലികൾ. പശു, പോത്ത്, എരുമയൊക്കെയാണ് കന്നുകാലികൾ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പശുക്കള അല്ലെങ്കിൽ എരുമകള, പോത്തുകളൊക്കെയാണ് നമ്മള് കൃഷി ചെയ്യുക. ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുക. നമ്മുടെ നാട്, നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതും ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ളവയാണ് അതും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ കന്നുകാലികൾ പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മൂന്നെണ്ണത്തിനാണ്. പശുക്കളുണ്ട്, എരുമകളുണ്ട്, ആടുണ്ട്. കന്നുകാലി എന്ന് പറയുമ്പോ മൂന്നെണ്ണാണ് പ്രധാനമായിട്ടുള്ളത്: പശു, എരുമ, ആട്. പശുക്കളിൽ തന്നെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാടൻ കോഴി അല്ലേ? ബ്രോയിലർ കോഴി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഈ കൊടുത്തത്, നീലെ കൊടുത്തത്. മനസ്സിലായോ? അതുപോലെ വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഈ നീലെ കൊടുത്തത്. നോക്കട്ടെ, പശുവിന്റെ ഇനങ്ങളാണ് ഇത്. ഒന്നെന്നാണ് ലെച്ചൂർ. കേട്ടിട്ടില്ല? നിങ്ങൾ ലെച്ചൂർ പശു കേട്ടിട്ടില്ല? ലെച്ചൂർ കേട്ടിട്ടില്ല? നമ്മൾ സാധാരണ നമ്മുടെ നാടുകളില് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഇനം പശുവാണ് ഈ ലെച്ചൂർ പശു. ഓക്കെ, കഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു പശുവാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാല് കിട്ടുമായിരിക്കും. ഓക്കെ, അടുത്തത് ജേഴ്സി പശു. കേട്ടിട്ടില്ല? ജേഴ്സി പശു നിങ്ങൾ കളിക്കുമ്പോഴുള്ള ജേഴ്സി അല്ല, ജേഴ്സി പശു. പിന്നെ എന്താണ്? ഹോൾസ്റ്റീൻ പശു. ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട പശുക്കളാണ് ഹോൾസ്റ്റീൻ പശു. ഇനി എന്താ? ഫ്രീഷ്യൻ പശു. എന്താണ്? ഫ്രീഷ്യൻ പശു. ഇതെല്ലാം പല വിഭാഗത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട പശുവിനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനുഷ്യനെ എങ്ങനെ ചോദിക്കുക? പശു ഇങ്ങനെ പേര്. എന്നിട്ട് ഇതിന്റെ ഏതൊക്കെ വിഭാഗത്തിലെ പേര്?
വിഭാഗം ആടിന്റെ പേരാണെന്നത് തലശ്ശേരി. പിന്നെയോ ജമുന പ്യാരി എന്നല്ലത് പാരി. പ്യാരി എന്ന് പറയുമ്പോ എന്താണ്? ജമുന പ്യാരി സിനിമയുടെ പേരല്ലേ? അത് വെച്ച് ഓർത്ത് വെക്കുക. ജമുന പ്യാരി എന്ന് പറയുമ്പോ ജമുന പാരി നോക്കുക. അതെന്താണ്? ഒരു ആടിന്റെ വിഭാഗമാണ്, ഒരു തരം ആടിന്റെ വിഭാഗമാണ്. പിന്നെ അപ്പൊ ഇത് മൂന്നുമാണ് തലശ്ശേരി, ജമുന പാരി, ഇത് മൂന്നുമാണ് ഇതിന്റെ ആടിന്റെ വിഭാഗം. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ ചോദിക്കും ആടിന്റെ ഈ മൂന്ന് പേരെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും നാലെണ്ണം അല്ലെങ്കിൽ ഇതിന്റെ മൂന്നെണ്ണം തരും, ഇതിന്റെ ഏതെങ്കിലും നാലെണ്ണം തരും, ഇതിനകത്ത് ചേരാത്തത് അല്ലെങ്കിൽ ഒക്കാത്തത് മാറ്റിയെടുക്കാനൊക്കെ ചോദിക്കും. അപ്പൊ അറിയണം ഇതിന്റെ വിഭാഗം. പശു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഭാഗത്തിലുണ്ട്, എരുമ ഏതെങ്കിലും വിഭാഗത്തിലുണ്ട്, ആട് ഏതെങ്കിലും വിഭാഗത്തിലുള്ള കാര്യം അറിയണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അടുത്ത് നോക്കിയാലേ എങ്ങനെയാണ് ഈ കന്നുകാലി നമ്മൾ പ്രധാനമായിട്ട് എന്തിനെ വളർത്തുന്നത്? കന്നുകാലിന്റെ പാല്, മാംസം. വെരി ഗുഡ്. മാംസത്തിന് പിന്നെ കൃഷി ആവശ്യത്തിനൊക്കെ നമ്മള് വളർത്തൂലേ അല്ലെ? വെള്ളം ഉഴാൻ വേണ്ടിയിട്ട്, ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്താറില്ല. അപ്പൊ ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കന്നുകാലികളെ കൃഷി ചെയ്യുക. കന്നുകാലികളുടെ കാര്യം പറയുക പശുവിന്റെ എരുമയുടെ ആടും ഇത് വളർത്തും. ഇനി അടുത്ത് നോക്കിയാൽ പക്ഷി. പക്ഷിനെ നമ്മൾ എന്തിനാ പ്രധാനമായിട്ട് കൃഷി ചെയ്യുക? മുട്ട, മുട്ടക്ക് പിന്നെ മാംസം. മുട്ടയും മാംസം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ കുറച്ച് പക്ഷികൾ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി കൃഷി ചെയ്യും അല്ലെ? ലവ് ബേർഡ്സ് ഒക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി കൃഷി ചെയ്യും. പക്ഷിയിൽ വരുന്ന മൂന്നെണ്ണാണ് കോഴി, താറാവ്, പിന്നി സാധനം അല്ലേ? കാട വളർത്തുന്നില്ല ഉണ്ടാ? അപ്പൊ നമുക്ക് കോഴി നോക്കിയല്ലേ? കോഴിയുടെ പേരെന്താ? ഏതൊരു വിഭാഗത്തിലുണ്ട്? അകല്യ കോഴിയുണ്ട്, രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. ലഗോൺ എന്ന് നമ്മൾ സാധാരണ പറയും, ശരിക്കും അതിന് ശാസ്ത്രീയമായിട്ട് പറയാം വൈറ്റ് ലഗോൺ കേട്ടോ. ഓക്കെ, കോഴിയുടെ വിഭാഗമാണ്. ഇങ്ങനെ എടുത്തൊക്കെ കാണാൻ വരുന്നില്ല. പിന്നെ കോടിലെ വാക്ക് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ ഇത്രയാണ് പക്ഷിയുടെ പെട്ട വിവിധ വിഭാഗങ്ങളും അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പേര്. മനസ്സിലായോ? ഇത് മാത്രമല്ല വേറെ കൃഷികളുണ്ട്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കിയാട്ടെ ഒരു സാധനം നിങ്ങൾക്ക് കാണാം. ടെക്സ്റ്റ് കണ്ടോ? ഇതെന്താണ്? സെറികൾച്ചർ. സെറികൾച്ചർ തേനീച്ചല്ല, പുഴുവല്ല, പുഴുവിനടുത്ത് വന്നു. ഗസ് ചെയ്തട്ടെ. ഉടുമ്പിനെ കൃഷി ചെയ്യുക. വെരി ഗുഡ്. പട്ടുനൂൽ പുഴു അല്ലെ? പട്ടുനൂൽ പുഴുവിനെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് എന്തെന്ന്? സെറികൾച്ചർ. എന്താ പറയാ? സെറികൾച്ചർ. സെറികൾച്ചർ. ഇതാണ് പട്ടുനൂൽ പുഴു. നമ്മള് മനസ്സിലായോ? അതാണ് നൂല്. അപ്പൊ പട്ടുനൂൽ പുഴുവിനെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണെന്ന് സെറികൾച്ചർ. എങ്ങനെയാ പട്ടുനൂൽ ഉണ്ടാക്കുന്നത് അറിയല്ലേ? അതിനെ കുറിച്ച് എന്തിനാ പട്ടുനൂൽ ഉപയോഗിക്കുന്നത്? വെരി ഗുഡ്. അല്ല, വസ്ത്രങ്ങൾ, പട്ട് ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പട്ടുനൂൽ പുഴു എങ്ങനെയാന്ന് വെച്ചാൽ പട്ടുനൂൽ ഉണ്ടാക്കുന്ന സ്ഥലം എന്തെന്നറിയോ? ഈ മൾബറി ചെടികളോട് വന്നിട്ട് മുട്ടയിടും. പട്ടുനൂൽ ഉണ്ടാക്കുന്ന ശലഭം വന്നിട്ട് മൾബറി ചെടിക്ക് മുകളിൽ മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞ് എന്ത് ചെയ്യും? പുഴു പുറത്ത് വരും. മുട്ട വിരിഞ്ഞ് പുഴു പുറത്ത് വരും. ഈ പുഴു എന്ത് ചെയ്യും? മൾബറി ഇലക്കുള്ളിൽ നിന്ന് വലിയ ആളായിട്ട് ഒരു കൂടിനുള്ളിൽ അകപ്പെടും. അതിന് നമ്മളൊരു പേര് വരും. എന്താണ്? അപ്പൊ ഈ പുഴു തിന്നല്ല മൾബറി ഇലയിലൊക്കെ വലിയ ആളായിട്ട് കൂടിനുള്ളിൽ അകപ്പെടും. അതിന് പറയുന്ന പേരാണ് കൊക്കൂൺ. എന്നിട്ട് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയോ? ഈ കൊക്കൂണ് പോയിട്ട് എല്ലാ ചെടികളും എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി. കൊക്കൂണ് ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയിട്ടാ നമുക്ക് ഓരോ നൂലായി
ഓക്കെ. അങ്ങനെ വേർതിരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, പട്ടുനൂൽ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഈ നൂല് എങ്ങനെ വരുന്നത് വെച്ചാല് പട്ടുനൂൽ പുഴുവിന്റെ ശരീരത്തിൽ ഒരു ഗ്രന്ഥി ഉണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്നാണ് ഈ നൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു എക്സ്ട്രാ നോളജാണ്. നിങ്ങൾ ഓർക്കുന്നത് ടെക്സ്റ്റിലില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പട്ടുനൂൽ പുഴുവിനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് അപ്പൊ വ്യത്യസ്ത തരത്തില് ഇപ്പൊ നമ്മൾ ഇതുപോലെ വിഭാഗങ്ങൾ പഠിച്ചില്ലേ, കുറെ വെറൈറ്റി വിഭാഗങ്ങൾ പഠിച്ചില്ലേ, അതുപോലെ പട്ടുനൂലിന് കുറെ വെറൈറ്റീസ് ഉണ്ട്. അതില് ഒന്നാണ് എന്ത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടെ, മൾബറി പട്ടുനൂലുകളുണ്ട്. പിന്നെ എന്തുണ്ട്, മുഗ എന്ന് പറയുന്ന ഒരു പട്ടുനൂൽ വിഭാഗമുണ്ട്. പിന്നെ ടസർ എന്ന് പറയുന്ന ഒരു പട്ടുനൂൽ വിഭാഗമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ പട്ടുനൂലിന്റെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി കൂടി വെച്ചിട്ടാണ് ഈ കൊക്കൂൺ ഉണ്ടാക്കുന്നത്. അപ്പൊ വേറെ ചെടിയിലൊന്നും ഇത് കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് വേറെ ചെടിയിൽ പോയി മുട്ടയിട്ടാലും അതിനുണ്ടാക്കാൻ പറ്റാത്തത് നമുക്ക് പട്ടുനൂൽ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതാണ് ഈ ചിത്രം നോക്കി പറയണേ. ഇത് നോക്കി പറ, എന്നാ ഇതാരാ? മീനല്ലേ? മീൻ അല്ലേ? ആ മീനിനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് എന്താ പറഞ്ഞേ? പിസികൾച്ചർ. മനസ്സിലായോ? മീനിനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് പിസികൾച്ചർ. മീനിനെ നമ്മൾ എന്തിനാ കൃഷി ചെയ്യാം? അല്ലെ, ഭക്ഷിക്കാൻ വേണ്ടിട്ട്. പിന്നെ അലങ്കാരം. വെരി ഗുഡ്. അലങ്കാരത്തിന് വേണ്ടിട്ട് അക്വേറിയത്തിൽ നമ്മൾ ഇടുന്നത് അല്ലെ, അലങ്കാരത്തിന് വേണ്ടിട്ട്. പിന്നെ അലങ്കാരത്തിന് വേണ്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊക്കെ? ഗോൾഡ് ഫിഷ്, അങ്ങനെ ഓരോരോ തരം മീനുകളുണ്ട് നമ്മൾ അക്വേറിയത്തിൽ ഇടുന്നത്. അതുകൂടാതെ നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നോ? മത്തിയല്ല, കരിമീന്, ആവോലി, ചെമ്പല്ലിനെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുക. കരിമീന് കൃഷി ചെയ്യും അല്ലെ. കരിമീന്, രോഹു, കട്ട്ല എന്ന് പറയുന്ന പുഴമീന് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുക. പിലോപ്പി അതന്നെ. പിന്നെ രോഹു, കട്ട്ല എന്ന് പറയുന്ന ഒരു തരം മീനുകളുണ്ട്. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ കൃഷി ചെയ്യുന്നതാണ്. നമ്മൾ പുറത്തും വാങ്ങാത്തത് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യും. നമ്മൾ കൃഷി ചെയ്യില്ലല്ലോ. മത്തിയെല്ലാം ഭക്ഷിക്കുന്ന മീനാ പറഞ്ഞത്. നമ്മൾ കൃഷി ചെയ്യുന്നത് ചോദിച്ചാല് രോഹു, കട്ട്ല അവയൊക്കെയാണ്. ഇത് കൂടാതെ ഈ മീനിന്റെ വിഭാഗത്തിൽ വരുന്ന നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ച് മീനുകളുണ്ട്. ചെമ്മീൻ അല്ലെ, കുറച്ച് മീനുകളുണ്ട്. ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഇഷ്ടമല്ല. ചിലവർക്ക് അലർജി ഉണ്ടാവും അല്ലെ. ചെമ്മീന് ചിലവർക്ക് എന്താണ് അലർജി ഉണ്ടാവും. എന്താ അലർജി? ഇങ്ങനെ നിലത്തുനിന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്ന പോലെ. എന്റെ വീട്ടില് എന്റെ അനിയത്തിക്കെല്ലാം പ്രശ്നമുണ്ട്. അത് കഴിക്കാൻ പറ്റൂല. കുഴപ്പമില്ല, അനിയത്തി ഒന്നും കഴിക്കൂല. അവർക്കൊക്കെ ഇങ്ങനെ അലർജിയ. അതെ അതെ. അപ്പൊ അങ്ങനെയുണ്ട്. പക്ഷെ ചെമ്മീന് നല്ല വിലയല്ലേ? നല്ല വില. ഇപ്പൊ കുറഞ്ഞു. പക്ഷെ സാധാരണ ചെമ്മീന് വില അത്ര വില കൊടുത്ത് വേണം. പിന്നെ നമ്മളിത് പഠിച്ചില്ല, നമുക്ക് വീട്ടിലെ കൃഷി ചെയ്തൂടെ? എന്ന് നിങ്ങൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം നമ്മൾ കഴിയുന്നത് ചെമ്മീൻ കൃഷി തുടങ്ങാം. സ്കൂളിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്താ ചെമ്മീൻ കൃഷി തുടങ്ങുക അല്ലേ? ഓക്കെ. അപ്പൊ ചെമ്മീൻ കൃഷി, ചെമ്മീനിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, ആരെ വായിക്കും പഠിച്ചതില്? ചെമ്മീനിന്റെ ചെമ്മീനിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. വായിച്ചാ ശ്രദ്ധിക്കണേ. വ്യത്യസ്ത തരത്തിലുള്ള ചെമ്മീനുണ്ട്. കാണില്ലേ? ഈ നാരൻ വിഭാഗത്തിൽപ്പെട്ട ചെമ്മീന്റെ ചെമ്മീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെമ്മീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? മീനിന്റെ മറ്റേ ഉണ്ടാവും അല്ലേ? ചുവപ്പ് കളർ
മീസ് പോലത്തെ സാധനം ഉണ്ടാവും അല്ലേ? ഈ ചെമ്മീൻ മീശ പോലത്തെ ഒരു സാധനം എന്താ പറയുന്നത് അറിയില്ല. അതെ അതെ. അപ്പൊ ആ സാധനം അത് കുറച്ചും കൂടി നീളമുള്ളത് കുറച്ചും കൂടി തടിയുള്ള സാധനം നാരന്. ഓക്കെ, പിന്നെ അതൊരു വിഭാഗം ചെമ്മീനാണ്. അപ്പൊ ഇത്രയാണ് പിസിക്കൾച്ചർ. പിസിക്കൾച്ചർ എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. 3 തരത്തിലാണ് നമ്മൾ പിസിക്കൾച്ചറിന് മത്സ്യങ്ങൾ കൃഷി ചെയ്യുക. ഒന്ന് ഭക്ഷണത്തിന്, രണ്ടാമത്തത് അലങ്കാരത്തിന്. അല്ലെ, അലങ്കാരത്തിന് പരിചയം ഉണ്ടാവും. പിന്നെ ചെമ്മീൻ. ആരും വീട്ടിൽ അക്വേറിയം ഉണ്ടാവും? എങ്ങനെയാ അതിനെ കൃഷി ചെയ്യുന്നതെന്ന് പറയാ? അതിനൊക്കെ അറിയാമെന്ന് പറയാം. കൃഷി മീൻസ് അതിനകത്ത് ഫുഡെല്ലാം കൊടുക്കണ്ടേ? കൾച്ചർ. പിന്നെ ഈ റെഡ് ബർഗിന് ഇട്ട് കൊടുക്കലുണ്ടാ? ചോറ് കൊടുക്കും. ശരിയാ. പിന്നെ വെള്ളം മാറ്റില്ല. പറയടാ, അറിയാത്തോണ്ടല്ലേ? ഇറച്ചിയാ? ഇറച്ചി പിന്നെ വെള്ളമൊക്കെ മാറ്റാം അക്വേറിയത്തില്. എന്നാൽ മാറ്റല്ലേ? മോട്ടർ വെച്ചാൽ മാറ്റേ വേണ്ട. ഓക്കെ, അപ്പൊ എത്ര മീനാണോ? എത്ര മീനിന്റെ ഇല്ലേ? എനിക്കുണ്ടാ? അത് ശരി. അപ്പൊ വീട്ടിലൊരു അക്വേറിയം വാങ്ങി വെക്കണം. കാണാൻ നല്ല ഭംഗിയല്ലേ അക്വേറിയം എന്ന് പറയുമ്പോ? അല്ലേ? ശ്രദ്ധിക്കടാ. അല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലതാ. കുഞ്ഞ് അക്വേറിയം കിട്ടും. അപ്പൊ എല്ലാവരും വാങ്ങി വീടുകളിലെല്ലാം വെക്കുക. അതുപോലെ നമ്മൾ ഇതെല്ലാം എന്തിനാ പഠിക്കുന്നത്? എന്തിനാ വെറുതെ ശരിയാ അല്ലേ? നമ്മൾ അറിയണം. നമ്മൾ ഒരു ദിവസം അറിയില്ലല്ലോ. മീനുണ്ട്, മീൻ വാങ്ങിക്കുന്നുണ്ട്. നമുക്കറിയാം മീനിനെ വളർത്തുന്ന കൃഷി രീതി പിസിക്കൾച്ചർ അറിയാവാ? ഇനി പറയാം കേട്ടാ. ഇനി പറയുന്നത് മീനിനെ ശാസ്ത്രീയമായി വളർത്തുന്ന കൃഷി രീതി എന്നാണോ? ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം വേഗം